നമസ്കാരം. കെ എസ് കിസാമറുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫൈബർ ഷീറ്റാണ്. ഈ ഫൈബർ ഷീറ്റ് നമുക്ക് പെയിൻ്റൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും കടകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് 6 അടി നീളവും 2.5 അടി വീതിയുള്ള ഷീറ്റാണ്. ഇത് ഞാൻ 3 പെട്ടി വെക്കുന്ന സ്റ്റാൻഡിൽ ആയതുകൊണ്ട് അതിന് കണക്കായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. 4 കഷ്ണം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ പെട്ടിക്ക് അനുസരിച്ച് വേണം ഇത് മുറിക്കാൻ. അപ്പം നമുക്ക് ചെറിയൊരു പൈസ നമുക്ക് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തീർന്നരിച്ച പെട്ടികളെ നമുക്ക് മഴക്കാലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെക്കാറുണ്ട്. ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെക്കുമ്പോൾ അത് നമ്മളറിയാതെ തന്നെ ചെറിയ ഹോൾസ് വീഴുകയും അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് തേനീച്ചപ്പെട്ടിയിൽ ഈർപ്പം തട്ടുകയും അങ്ങനെ തേനീച്ചപ്പെട്ടികൾ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട്. എൻ്റെയൊക്കെ തേനീച്ചപ്പെട്ടി അങ്ങനെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഇനി എങ്ങനെ സംരക്ഷിക്കും എന്ന് ഞാൻ ഓർത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഷീറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ ഈ ഷീറ്റ് വാങ്ങി ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചെറുതേനീച്ചപ്പെട്ടിയൊക്കെ സംരക്ഷിക്കാൻ ഒരു അവസരം ഒരുക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഇടുന്നത്. അപ്പം എൻ്റെ വീഡിയോ നല്ല നല്ല വീഡിയോ ഒരുപാട് ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് നല്ല വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം. കാരണം നമുക്ക് ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് കിട്ടുന്നത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.